നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? അഡ്മിഷന്റെ കാര്യം അറിയാനല്ലേ പോകുന്നേ? നമ്മൾ നേരെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് പോകുന്നു. പ്രിൻസിപ്പളിന്റെ റൂമിലേക്കോ? അതെന്തിനാ? താൻ ഏത് പട്ടിക്കാട്ടിന്നാടോ? അഡ്മിഷന്റെ കാര്യം വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത് പ്രിൻസിപ്പളിന്റെ റൂമിൽ നിന്നല്ലേ? ബുദ്ധൂസ്. താനൊക്കെ പഠിച്ച ഈ കോളേജ് തന്നെ നശിച്ചു പോവും. തനിക്ക് എന്താ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തേ. പണ്ട് താൻ പഠിക്കുന്ന സമയത്തോ? താനപ്പ ഈ കാലത്തൊന്നും പഠിച്ചതല്ലേ? അപ്പൊ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ. എന്ത് പറഞ്ഞാലും ഇയാൾ അതിൽ കയറി പിടിച്ചോണം. ഞാൻ പറഞ്ഞത് അതല്ല. പണ്ട് ഏറ്റവും കുരുത്തക്കേടും വൃത്തികേടും കാണിക്കുന്ന കുട്ടികളെയാ പ്രിൻസിപ്പളിന്റെ HM-ന്റെ റൂമിലേക്ക് വിളിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞാ പിന്നെ പടപടവെന്ന് ചൂരലിന്റെ ശബ്ദമാ. അപ്പൊ തനിക്കൊരുപാട് കിട്ടിക്കാണല്ലോ. എന്റെ കൈയും കാലും ഒക്കെ വിറച്ചു തുടങ്ങി. താൻ വേണമെങ്കിൽ എന്റെ കൈ പിടിച്ചോ? അയ്യേ വേണ്ട, അങ്ങനെ ചോദിക്കണ്ട. എന്നായാലും എന്റെ കൈ പിടിക്കേണ്ട പെണ്ണ് തന്നെയാ. താൻ എന്തോ പറഞ്ഞല്ലോ? ഒന്നും പറഞ്ഞില്ലല്ലോ. താൻ ആ ആപ്ലിക്കേഷന്റെ നമ്പർ എഴുതിയ പേപ്പർ എടുത്തൊന്ന് ചോദിച്ചതാ. അതൊക്കെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്നാ വാ. ഗുഡ് മോർണിംഗ് സാർ. ഇതാരും മഹിയോ? ഇരിക്ക്. വേണ്ട സാർ, നിന്നോളാം. മഹി ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് പ്രാക്ടീസിനൊന്നും പോയില്ലേ? ഇല്ല സാർ. സാർ, ഈ അഡ്മിഷൻ സ്റ്റാറ്റസ് ഒന്ന് അറിയാൻ പറ്റുമോ? എന്നത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും സാർ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഈ കേസിൽ മാനേജ്മെന്റിന്റെ ഒരു സ്പെഷ്യൽ പെർമിഷൻ വരാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഇത് നടക്കോ ഇല്ലയെന്നൊക്കെ പറയാൻ പറ്റൂ. എന്നുവെച്ചാ കിട്ടാൻ സാധ്യത ഇല്ലെന്നാണ് സാറ് പറഞ്ഞു വരുന്നത്? അതെ, കിട്ടാൻ സാധ്യത കുറവാ. സാർ, ഒരു മിനിറ്റ്. ചിന്നു, അല്ലെങ്കിലും ഭാഗ്യമില്ലാത്തവള ഞാൻ. എല്ലാം എന്റെ അടുത്ത് വന്നിട്ട് തട്ടിപ്പോവും. എടോ, ഈ അഡ്മിഷൻ നടക്കും. ഇല്ലെങ്കിൽ നമുക്ക് ശരിയാക്കാം. താനൊന്ന് കരയാതിരിക്കേ. നമുക്ക് പോവാം. പഠിക്കാൻ വിധിയില്ലെന്ന് കരുതിക്കോളാം ഞാൻ. താനോടെ ഇരിക്കേ, ഞാനിപ്പോ വരാം.